അങ്ങനെ ആ പ്രേതക്കപ്പലിനുള്ളിൽ വെച്ച് അവരൊരു സൗണ്ട് കേൾക്കുകയാണ്. അങ്ങനെ ആ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് അവരെല്ലാവരും കൂടി പോവുകയാണ്. എന്നാൽ അതൊരു ക്ലോക്കിന്റെ സൗണ്ട് ആയിരുന്നു. ഇതേ സമയം ക്ലോക്കിലെ പെൻഡുലത്തിലേക്ക് ഇവൻ ഇതേപോലെ തൊടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് അവർ പേടിച്ച് ബാക്കിലേക്ക് തന്നെ പോവുകയാണ്. അതിനുശേഷം വീണ്ടും അവർ ആ ഷിപ്പിലൂടെ നടന്നു പോവുകയാണ്. എന്നാൽ പെട്ടെന്ന് ഒരുത്തൻ ആ ഫ്ലോർ പൊട്ടി താഴേക്ക് വീഴാൻ പോവുകയാണ്. പക്ഷെ ഇതേ സമയം ഇവൾ ഇതേപോലെ അവനെ പിടിച്ച് രക്ഷിക്കുകയാണ്. എന്നാൽ ഇതേ സമയം അവൾ അവിടെ ഒരു ചെറിയ പെൺകുട്ടിയെ കാണുകയാണ്. അത് 1962 ആ കപ്പലിലുണ്ടായിരുന്ന പെൺകുട്ടിയായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടിയെ അവിടെ നിന്ന് കാണാതാവുകയാണ്. അങ്ങനെ അവരെല്ലാരും കൂടി അവനെ മുകളിലേക്ക് വലിച്ചു കയറ്റുകയാണ്. അതിനുശേഷം വീണ്ടും അവർ ആ കപ്പലിനുള്ളിൽ എന്താണുള്ളതെന്ന് തിരയുകയാണ്. അങ്ങനെ ഇതിന്റെ ഇടയിൽ അവിടെ ഒരു ഡിജിറ്റൽ വാച്ച് കാണുകയാണ്. അങ്ങനെ ഇത് കണ്ട് അവരെല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. ആ സമയത്ത് ഇതുപോലുള്ള വാച്ച് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് 1962 കാണാതായ ഈ കപ്പലിൽ ആ വാച്ച് വന്നത്? എന്നാൽ ഇതേ സമയം നമ്മൾക്ക് മുമ്പ് വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടാവും എന്നും പറഞ്ഞ് ആ ക്യാപ്റ്റൻ അവരെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ അവർ ആ കപ്പലിൽ നിന്ന് വീണ്ടും അവരുടെ ബോട്ടിലേക്ക് പോവുകയാണ്. ഇതേ സമയം ഞാൻ ഇതുപോലൊരു പെൺകുട്ടിയെ അവിടെ കണ്ടു എന്നും പറഞ്ഞ് കപ്പൽ കാണിച്ചു കൊടുത്ത ആളോട് പറയുകയാണ്. എന്നാൽ അവനാണെങ്കിലോ നിനക്ക് തോന്നിയതാവെന്നും പറഞ്ഞ് അവളോട് പറയുകയാണ്.